നമസ്കാരം. കോൺഗ്രസ് ഓരോ ദിവസവും രാജ്യവിരുദ്ധരുമായി കൂട്ടുകൂടുകയാണ്. കോൺഗ്രസ് നേതാക്കൾ രാഹുലിന്റെയും സോണിയുടെയും നീക്കങ്ങളും അവരുടെ പോക്കുകൾ പോലും കോൺഗ്രസ് നേതാക്കൾക്ക് പോലും വല്ലപ്പോഴുമല്ല എപ്പോഴും സംശയം ജനിപ്പിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിലെ നേതാക്കൾക്ക് പോലും പറയാതെ ഇവർ വിദേശ രാജ്യത്ത് യാത്ര നടത്തും. ജോ സോറോസ് എന്ത് പറയുന്നോ അതുപോലെയാണ് രാജ്യത്ത് രാഹുലും പ്രിയങ്കയും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും അറിയാതെ കോൺഗ്രസിലെ നേതാക്കൾ ഗാന്ധി മാർഗവുമായി അവർ മുന്നോട്ട് പോകും. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഇടപാടുകൾ സംശയം ജനിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യയുടെ ഭരണം നടത്തുന്നതിന് മുമ്പ് പോലും അവർ ഹെലികോപ്റ്ററിലെ വൻ അഴിമതി നടത്തി രാഷ്ട്രീയ പാർട്ടിയാണ്. സ്വന്തം നേതാക്കളുടെ ജീവൻ പോലും വില കൽപ്പിക്കാത്ത കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും രാജ്യത്തിന് വേണ്ടി ഒരു പ്രയോജനമുള്ള ഒരു കാര്യം പോലും ചെയ്യില്ല എന്നത് വ്യക്തമാണ്. അതിലൊരു സംശയവും വേണ്ട. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും രാജ്യത്ത് നടന്ന തീവ്രവാദ ആക്രമണങ്ങൾ എത്ര എന്നത് പരിശോധിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടും. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും ഇപ്പോൾ ബി.ജെ.പി. ഭരിക്കുന്ന സമയത്തും ഉള്ള തീവ്രവാദ ആക്രമണങ്ങളുടെ കണക്ക്. ഡൽഹിയിലും പഞ്ചാബിലും അടക്കം രാജ്യത്ത് കലാപം നടത്തുന്നതിൽ കോൺഗ്രസിന് ഒരു മുഖ്യ പങ്ക് അവർ വഹിക്കുന്നുണ്ട്. രാഹുലിനും സോണിയാഗാന്ധിക്കും അമേരിക്കയിലെ വിഘടനവാദികളുമായിട്ടും കൂടുതൽ ബന്ധം നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് അടുത്തിടയ്ക്ക് അമേരിക്കയിൽ സന്ദർശനം നടത്തുകയും ഖലിസ്ഥാൻ നേതാക്കളെ കാണുകയൊക്കെ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുണ്ട്. സോണിയയ്ക്ക് ജോർജ് സോറസ് ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. അത് തെളിവ് സഹിതം. കാശ്മീർ സ്വതന്ത്ര രാഷ്ട്രീയമാക്കണമെന്ന ആശയത്തിന്റെ പിന്തുണക്കാരാണ് ജോർജ് സോറസ് ഫൗണ്ടേഷൻ എന്ന് നേരത്തെ ഒരു ആരോപണം ഉയർന്നിരുന്നു. കോൺഗ്രസ് പാകിസ്ഥാനുമായി വല്ലാത്തൊരു ബന്ധമാണ് കോൺഗ്രസും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴും അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആവശ്യപ്പെട്ട പ്രകാരം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ കാശ്മീർ ഭൂമി പാകിസ്ഥാന് സമ്മാനമായി കൊടുത്തത്. എക്സിലൂടെ പങ്കുവച്ച ഒന്നിലധികം പോസ്റ്റിലൂടെയാണ് ബി.ജെ.പി. സോണിയക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ഈ കൂട്ടുകെട്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ തെളിയിക്കുന്നതാണെന്ന് ബി.ജെ.പി. പറയുന്നുണ്ട്. ഇതാദ്യമായി അതായത് ഇതുമായി ബന്ധപ്പെട്ട ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് 10 ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് ബി.ജെ.പി. എം.പി. നിഷാന്ത് ദുബെ വ്യക്തമാക്കിയിരിക്കുന്നത്. മീഡിയ പോർട്ടലായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗിന്റെ പേരിൽ ആ ഒരു പ്രൊജക്ടിന്റെ പേരിൽ ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായിയായ ജോർജ് സോറസ് പ്രതിപക്ഷവുമായി ഒത്തുകളിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചുവെന്നാണ് ബി.ജെ.പി. ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ കോ പ്രസിഡന്റ് എന്ന നിലയിൽ സോണിയാഗാന്ധി ജോർജ് സോറസ് ഫൗണ്ടേഷന് ധനസഹായം നൽകുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും നിഷാന്ത് ദുബെ ആരോപിക്കുന്നുണ്ട്. ഈ ഫൗണ്ടേഷൻ കാശ്മീരിന്റെ പ്രത്യേക മേഖലയായി കണക്കാക്കണമെന്നാണ് ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് സോണിയാഗാന്ധി അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലെ സോണിയാഗാന്ധിയുടെ അധ്യക്ഷ സ്ഥാനം ജോർജ് സോറസ് ഫൗണ്ടേഷനുമായുള്ള ഒരു പങ്കാളിത്തത്തിലേക്ക് നയിച്ചുവെന്നും ബി.ജെ.പി. നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പണ്ട് മുതലേ അതായത് രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന മുതലേ ജോർജ് സോറസുമായിട്ടുള്ള ബന്ധം പല രീതിയിൽ സംശയം ജനിപ്പിക്കുന്നതാണ്. ഇന്ത്യൻ സംഘടനകളിൽ വിദേശ ഫണ്ടിംഗ് സ്വാധീനം കാണിക്കുന്നതാണ് ഈ കാര്യമെന്ന് ബി.ജെ.പി. തങ്ങളുടെ ട്വിറ്റ് പരമ്പരയിലൂടെ ആരോപിക്കുന്നുണ്ട്. അദാനി ഗ്രൂപ്പിനെതിരായി രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ജോർജ് സോറസ് ഫണ്ട് ചെയ്യുന്ന സംഘടന തത്സമയം സന്ദർശനം നടത്തിയിരുന്നു. കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാവും എം.പിയുമായ ശശി തരൂർ ജോർജ് സോറസ് തന്റെ ഒരു പഴയ സുഹൃത്താണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രമുഖ വ്യവസായി ഗൗതം അദാനി എന്നിവർക്കെതിരെയുള്ള വാർത്തകളിലും പ്രചാരണങ്ങളിലും യു.എസിന് പങ്കുണ്ടെന്ന് ബി.ജെ.പി. ആരോപിക്കുന്നുണ്ട്. എന്നാൽ ബി.ജെ.പിയുടെ ആരോപണം യു.എസ് തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ തെളിവ് സഹിതം ബി.ജെ.പി. മുന്നോട്ട് വെച്ചപ്പോൾ യു.എസിന് മിണ്ടാട്ടമില്ലായിരുന്നു. യു.എസ് എംബസിയിലെ ഒരു വക്താവ് ആരോപണങ്ങളെ നിരാശാജനകമാണെന്നാണ് ഇന്നലെ വിശേഷിപ്പിച്ചത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ യു.എസ് ഏറെ മുന്നിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇതിനെ വീണ്ടും ബി.ജെ.പി. വിമർശിക്കുകയാണ് ചെയ്തത്. യു.എസ് സർക്കാരും സോറോസ് ഫൗണ്ടേഷനും ഒരുപോലെ ഒ.സി.സി.ആർ.പി.ആറിന് ഫണ്ട് നൽകുന്നുവെന്ന് അവർ സമ്മതിച്ചുവെന്നാണ് നിഷാന്ത് ദുബെ ഇതിനോടകം പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് സോണിയാഗാന്ധിയെയും കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ബി.ജെ.പിയുടെ പുതിയ നീക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യസഭയിൽ കോൺഗ്രസ് എംപിയുടെ ഇരിപ്പിടത്തിൽ നിന്ന് 50,000 രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതടക്കം കോൺഗ്രസിന്റെ ഓരോ ഫണ്ടിങ് വരുന്നത് ജോ സോറസ് വഴിയാണെന്ന് നമുക്കിപ്പോൾ സംശയത്തോടെ നോക്കിക്കണ്ടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലത്ത് പെട്ടെന്ന് തന്നെ ഒരു ഭാരത് ജോഡോ യാത്ര കേരളം മുതൽ കാശ്മീർ വരെയും അതുപോലെ തന്നെ കന്യാകുമാരി വരെയും രാഹുൽ ഗാന്ധി നടത്തിയത്. അതിൽ നിന്നും വലിയ തോതിൽ അമേരിക്കയിലെ
വിഘടനവാദികളായ അതുപോലെ തന്നെ രാജ്യദ്രോഹപരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന എൻജിഒ എന്ന സംഘടന വഴി വലിയ തോതിൽ ഒരു ബ്ലാക്ക് മണികൾ കോൺഗ്രസിന് എത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് പണമില്ല, തിരഞ്ഞെടുപ്പിന് പോലും പണം ചെലവാക്കാൻ ഫണ്ടില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഭാരത് ജോഡോ യാത്രയ്ക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ പണങ്ങൾ വാരി വിതരാനുള്ള ഫണ്ടുകൾ എത്തിയത്. വിദേശത്ത് നിന്ന് തന്നെയാണ് ഫണ്ട് എത്തിയത് എന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ സംശയത്തിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധിക്കെതിരെ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് ആദ്യ അന്വേഷണം പ്രഖ്യാപിച്ചത്.